അപ്പൊ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. 2 വീഡിയോ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമൗണ്ട് ഓഫ് മിസ്ഇൻഫർമേഷൻ ഇൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആണെന്ന്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ബോട്ട്സിന്റെയും ഈ ആൾക്കാരുടെയും ചുമ്മാ എൻഗേജ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ തള്ളിമറിക്കല്. അപ്പൊ ഇത് നമ്മൾ മാത്രമല്ല, ഗവൺമെന്റ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള വലിയൊരു ആക്ഷൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു സംഭവം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിലാണ് എല്ലാ ന്യൂസുകളും ആദ്യം വരിക. എക്സിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാലോ, ആർക്ക് എന്ത് വേണമെങ്കിൽ വിളിച്ചു പറയാം, ഒരു പ്രശ്നമില്ല, ഒരു കോൺസിക്വൻസസും ഇല്ല. അപ്പൊ കുറെ ഭ്രാന്തന്മാര് എക്സിലുണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒരു ഭ്രാന്തൻ ഒരു ബന്ധമില്ലാത്തൊരു വീഡിയോ വെച്ചിട്ട്, അതായത് പണ്ടത്തെ ഏതെങ്കിലും യുദ്ധത്തിന്റെ ഒരു വീഡിയോ വെച്ചിട്ട് ഒരു വാർത്ത അങ്ങോട്ട് ഇടും. ഇതാ ഇന്ത്യൻ നേവി ഇതാ വരാൻ പോകുന്നു, ഇതാ കറാച്ചി പോർട്ട് നോക്കി ഇതാ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടും. ഈ ഗോഡി മീഡിയ എന്ന് വിളിക്കുന്ന നമ്മുടെ നാഷണൽ ന്യൂസുകാരുണ്ടല്ലോ, ഇത് അങ്ങനെ എടുക്കും. അവരിത് ആദ്യം അനൗൺസ് ചെയ്യും, ഇതാ ഞങ്ങൾക്ക് ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് കിട്ടി, ഇതാ ഇന്ത്യൻ നേവി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് ഇട്ടില്ല, അതേ വീഡിയോ തന്നെ ഇവരും ന്യൂസ് TV-യിൽ കാണിക്കും. അപ്പൊ ഇതിങ്ങനെ കാണിച്ചപ്പോൾ ബാക്കിയുള്ള റീജിയണൽ ലാംഗ്വേജസിന് ഇത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മലയാളവും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവരും ഈ ന്യൂസ് കാണിക്കും, ആ ഇട്ട വീഡിയോയും കാണിക്കും. കാരണം അവന്റെ പറച്ചിൽ അങ്ങനെയാണ്, കണ്ട പോലെയാണ് അവൻ പറയുന്നത്, ഇതാ ഇന്ന സമയത്ത് ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആരായാലും വിശ്വസിച്ച് പോകും. അങ്ങനെ ഒരു ടെൻഷൻ സിറ്റുവേഷനിലല്ലേ നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പൊ ഈ ഫേക്ക് ന്യൂസിന്റെ ഫ്ലോ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എക്സിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സീരിയസ് തന്നെയാണിത്. 8,000 അക്കൗണ്ട്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ അല്ല, വേറെ ഏതൊരു സമയമാണെങ്കിലും ഞാൻ ഇതിനെ എതിർക്കുള്ളൂ, പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യും. ഫ്രീ സ്പീച്ചും ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഒക്കെ ആൾ തന്നെയാണ് ഞാനും. എന്ത് പറഞ്ഞാലും അതിന്റെ പേരിൽ ഒരാളുടെ അക്കൗണ്ട് ഒന്നും അടച്ചു പൂട്ടരുത് എന്നുള്ള ഒരു സംഭവം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് കൈവിട്ട കളിയാണ്. ആൾക്കാരുടെ ജീവൻ വരെ പോവാ ഇങ്ങനത്തെ ഓരോ ഫേക്ക് ന്യൂസുകൾ കേട്ടിട്ട്. എക്സിനെ അറിയാലോ, ഇലോൺ മസ്കിന്റെ ടീംസ് ആണ്, ഫ്രീ സ്പീച്ചിന്റെ ആൾക്കാരാണ്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഭയങ്കര ഫൈന് വരും, അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സിന്റെ ലോക്കൽ ആൾക്കാരുണ്ടല്ലോ എക്സിക്യൂട്ടീവ്സ്, അവരിനെയൊക്കെ പിടിച്ച് ജയിലിലിടും ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ. അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ വഴിയൊന്നുമില്ല. ആ 8,000 അക്കൗണ്ട് ഞങ്ങൾ വിത്ത് ഹെൽഡ് ചെയ്യാണ് എന്നാണ് അവരിപ്പോ ഒഫീഷ്യലി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും ഗവൺമെന്റിന്റെ കൂടെ തന്നെയാണ്. അപ്പൊ ഗവൺമെന്റ് എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യുക. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനെല്ലാം പിന്നെയും പെർമനന്റ് ആയിട്ട് ഇത് ബാൻ ചെയ്യേണ്ട ആവശ്യം ശരിക്കില്ല. യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരു സമാധാനമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചു കൊണ്ടുവരാന്നേ ഉള്ളൂ. വയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിനെയൊക്കെ ഇവർ ബാൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിനെ കുറ്റം പറയുന്ന വെബ്സൈറ്റ് ആണ്. ഇതൊരു മുതലാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളൂ.